രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല. പ്രതി എന്ന നിലയിൽ ഇനി പോലീസിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും. യുവ നേതാവിനെ പുറത്താക്കി തങ്ങൾ ഒരു മാതൃകാ പാർട്ടിയാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് കോൺഗ്രസ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമക്കുരുക്ക് മുറുകുമ്പോൾ അത് ഷാഫി പറമ്പിലിന് വെറുതെ കൈകഴുകി പോകാനാകുമോ? പാലക്കാടിന് രാഹുലിനെ സമ്മാനിച്ചത് ഷാഫിയാണ്. പാർട്ടിക്ക് ഒരു അസറ്റ് എന്ന നിലയിലാണ് മണ്ഡലത്തിൽ പരിചയപ്പെടുത്തിയത്. പ്രാദേശിക എതിർപ്പുകളെ മറികടന്നാണ് MLA ആക്കി വിജയിപ്പിച്ചെടുത്തത്. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ശബ്ദമുയർത്തുന്നവർ ഇപ്പോൾ ഷാഫി പറമ്പിലിന് നേരെ വിരൽ ചൂണ്ടുന്നു. തനിക്ക് തെറ്റുപറ്റിയെന്ന് തുറന്നു പറയാൻ ഈ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാകുമോ? രാഹുൽ മാക്കൂട്ടത്തിന് പിന്നിൽ ഷാഫിയുണ്ടെന്ന് ആരോപിക്കുന്നവർക്ക് മുന്നിൽ അങ്ങനെ ഇല്ലെന്ന് തെളിയിക്കാൻ പാർലമെൻറ്റ് അംഗത്തിന് കഴിയുമോ? പ്രിയ ശിഷ്യനോട് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുമോ ഷാഫി പറമ്പിൽ? ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ ഇടതുമുന്നണി പടക്കം പൊട്ടിച്ചാഘോഷിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്തു പറയും? എന്ത് നിലപാട് സ്വീകരിക്കും?